ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് റോപ്പീസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്നൊരു വൺ ഡേ ട്രിപ്പ് വ്ളോഗുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നത്. അപ്പോൾ നമ്മൾ ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. ഒരു വൺ ഡേ ട്രിപ്പായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത സ്ഥലം തന്നെ പോവുകയും ചെയ്യാം. കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയുള്ളൊരു 3 സ്ഥലമാണ് നമ്മൾ ചൂസ് ചെയ്തത്. അപ്പോൾ മാക്സിമം നമുക്ക് നോക്കാമെന്ന് വെച്ചാൽ എത്ര വരെ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ എത്തുകയാണെങ്കിൽ നമുക്ക് പരമാവധി സ്ഥലങ്ങൾ കവർ ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഉച്ചഭക്ഷണമൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ രാവിലെ ഏകദേശം ഒരു 9 മണിക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത്. അപ്പോൾ അതിന് മുന്നേ ഒക്കെ പോകണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ നടന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു, അപ്പോൾ അടുത്തുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ ചൂസ് ചെയ്തത് നമ്മൾ കണ്ണൂരിൽ, അങ്ങനെ കണ്ണൂരിൻ്റെ അടുത്ത ഭാഗങ്ങളിലായിട്ടുള്ള സ്ഥലത്ത് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുതിയ സ്ഥലം തന്നെയായിരിക്കണം, ഇതുവരെ പോവാതെ സ്ഥലം കൂടി നമുക്ക് എടുക്കണമെന്നും കൂടി ഒരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ കാണാതെ കുട്ടികൾക്കൊക്കെ ഒരു ആകാംക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കാണുമ്പോൾ ഒരു ത്രില്ലുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇതുവരെ പോവാത്ത സ്ഥലവും കൂടെ നമുക്ക് അടുത്തുമായിരിക്കണം, നമുക്ക് രാത്രിയിലേക്ക് തിരിച്ചെത്തണം എന്നതും കൂടി ഉള്ളതുകൊണ്ട് അങ്ങനെ പ്ലാൻ ചെയ്തത്. അപ്പോൾ നമ്മൾ എവിടെയൊക്കെ പോയ ഏതെല്ലാം 3 സ്ഥലങ്ങളെന്നൊക്കെ കാണാൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവൻ വീഡിയോയും കാണാം. അപ്പോൾ വഴിയെ ഞാൻ എല്ലാം എവിടെയാണ് പോയെന്നതൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ രാവിലെ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെറുതായി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന സ്നാക്സ് കാര്യങ്ങൾ അതും എടുക്കാം. ഉച്ചക്കത്തെ ലഞ്ചുമാണ് നമ്മൾ എടുക്കാമെന്നൊക്കെ വിചാരിച്ചത്. അപ്പോൾ രാത്രി നമുക്ക് പുറത്തുനിന്ന് കഴിക്കും, അങ്ങനെ ഒരു രീതിയിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് നമ്മളിവിടെ ദോശയാണ് ചുട്ടുന്നത്. രാവിലെ തന്നെ കുറച്ച് ദോശ ചുട്ടിട്ട് എല്ലാവർക്കും ചായയും ദോശയും കൂടി കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്യാവശ്യം ഒന്ന് വയറ് ഫില്ലാകുകയും ചെയ്യും. ആയിരിക്കും പെട്ടെന്ന് രാവിലെ പോകുമ്പോൾ ഹോട്ടൽ കാര്യങ്ങളൊന്നും തുറന്നിട്ടില്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രീ ആവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ദോശ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെള്ളവും കൂടി കൊണ്ടുവന്നിട്ട്, ചൂടുവെള്ളം. പിന്നെ മന്തിയാണ് ഉച്ചക്കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. മന്തിയൊക്കെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, വീഡിയോയിൽ. അപ്പോൾ ഞാൻ ഇവിടെ മന്തി അപ്പോഴത്തേക്ക് റെഡി ആക്കിയിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് എളുപ്പം കഴിയുന്നതായിരിക്കുമല്ലോ. നമുക്ക് നല്ല അധികം ഓയിലി ഫുഡും അല്ല, നമുക്ക് അധികം ക്ഷീണം പിടിക്കില്ല യാത്രയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മന്തിയാണ് എടുക്കാമെന്ന് തീരുമാനിച്ചത്. നമ്മൾ ചിക്കൻ്റെ മന്തി എടുത്തിട്ടുണ്ട്. നമുക്ക് മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്ന പ്ലേറ്റ് കാര്യങ്ങളും ഒക്കെ എടുത്തു വെച്ച്, പിന്നെ ചൂടുവെള്ളം, അങ്ങനെ എല്ലാ സംഭവങ്ങളും എടുത്ത് വെച്ച് നമ്മൾ പോകാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ അത്യാവശ്യം എല്ലാം വേണ്ട സാധനങ്ങൾ കരുതിയിരിക്കണം. പ്രത്യേകിച്ച് കുട്ടികളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിതൊക്കെ കരുതുന്നത് നല്ലതാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനും കാര്യങ്ങളും പുറത്തുനിന്ന് അധികം കഴിക്കാനിരിക്കാൻ നിൽക്കണ്ടല്ലോ. പിന്നെ നമുക്ക് സമയം ലാഭമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ നമുക്കെല്ലാം നമ്മൾ ചെറിയൊരു ബഡ്ജറ്റ് തന്നെ പോയി വരാനും പറ്റും. അപ്പോൾ ഇനി പോകുന്നവരുണ്ടെങ്കിൽ കുറച്ചുകൂടി നേരത്തെ തന്നെ പോകാൻ പറ്റുവാണെങ്കിൽ അത്രയും രാവിലെ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ബ്ലോക്ക് കാര്യങ്ങൾ കൂടി പ്രത്യേകിച്ച് ഒഴിവായി കിട്ടും. പ്രത്യേകിച്ച് കണ്ണൂർ പറയണ്ടല്ലോ, ബ്ലോക്ക് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒഴിവായി കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് എവിടെയും പോകാത്ത കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെയും കൂടി ഇറങ്ങുന്നതാണ് നല്ലത്. ഒരു 7 മണിക്കെങ്കിലും ഇറങ്ങുന്നതാണെങ്കിൽ അത്രയും ബെസ്റ്റാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ലൈറ്റ് ആയി 9 മണിയിൽ നമ്മൾ ഇറങ്ങുമ്പോൾ. അപ്പോൾ നമ്മളിവിടെ ആദ്യം പോകുന്നത് വിപ്രാക്കാലിലാണ്. അപ്പോൾ വിപ്രാക്കാലിന് വലയപ്ര എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ ഇങ്ങനെയൊക്കെ ഗൂഗിൾ മാപ്പ് അടിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് റൂട്ട് മാപ്പൊക്കെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ കറക്റ്റ് നമുക്ക് എത്താം. അപ്പോൾ നമ്മളിവിടെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ചെറിയൊരു ചാർജേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ആകർഷിക്കാനായിട്ട് ഇതേപോലെയുള്ള കാര്യങ്ങൾ തന്നെ ഇവിടെ ഉണ്ട്. ഇതിൽ ചെറിയ ചെറിയ സ്റ്റാളുകളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ കഴിക്കാൻ. അപ്പോൾ ഇതൊക്കെ കണ്ടാൽ തന്നെ വാങ്ങാതിരിക്കാനും പറ്റില്ല എന്നൊരു അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ തുപ്പിലിട്ടിനൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വാങ്ങിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടൊക്കെ കുറേ ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലൊരു ബ്രിഡ്ജാണ് ഈ കായലിലൂടെ. അപ്പോൾ ഞാനിതൊരു അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഈ വിപ്രാക്കാലിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് സെപ്പറേറ്റ് കൊടുക്കാം, അങ്ങനെയും കാണാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയവർക്കും എല്ലാവർക്കും കുട്ടികൾക്കും ഒരേപോലെ തന്നെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത്. അപ്പോൾ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പാർക്കുകൾ, ചെറിയ കളിക്കുന്ന ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം. ഇവിടെ രാത്രി 9 മണി വരെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം വരുന്നവർക്ക് അങ്ങനെയും കുറേ ടൈം ഇരിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബോട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നല്ലൊരു കാലാവസ്ഥയായിരുന്നു കിട്ടുന്നത് കേട്ടോ. വെയിലും കാര്യങ്ങളൊന്നുമില്ല, ഇത് നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ ഇതിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ബോട്ടുകളും 3-4 തരമുണ്ട്.
മുഴുവനായിട്ട് കൊടുത്തിട്ടുണ്ട് അത്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ നടന്ന് പോകാൻ നല്ല രസമുണ്ട്. അപ്പോൾ ചെറിയൊരു സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഇപ്പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അവിടെയാണ് പാർക്ക് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വേറെ ഒരു കണ്ടില്ലേ, നല്ല രസമുണ്ട് ഇങ്ങനെ കാണാനും അതിലൂടെ ഇങ്ങനെ നടന്നു പോകാനും. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ അതൊക്കെയുണ്ട്. അതിനിടയിലാണ് ബോട്ടിങ് കാര്യങ്ങളൊക്കെ അതിനുള്ള ഇതൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ഇവിടുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം നമ്മളിത് ഇതേപോലെ ബ്രിഡ്ജിലോട്ട് നടത്തി അടുത്ത പാർക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ചെറിയൊരു ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞില്ല ഗെയിം കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് സമയം ഇവിടെയും നിൽക്കാം. നമ്മൾ പാർക്കിൽ കുറച്ചധികം സമയം തന്നെ നിന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും ഈ ബ്രിഡ്ജിലേക്ക് നമ്മൾ വന്ന അതേ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ തിരിച്ചു പോവാണ്. അപ്പോൾ ഇവിടെ തന്നെയാണ് ഫുഡ് എല്ലാം കഴിച്ചത്. അപ്പോൾ നമ്മൾ ഫുഡ് കൊണ്ടുവന്നില്ലല്ലോ, അപ്പം നോക്കുമ്പോൾ ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വാഷ്റൂമും കാര്യങ്ങളും അതും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ തന്നെയാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ നല്ലൊരു സൗകര്യത്തിൽ നല്ല വൃത്തിയിൽ നമുക്ക് ഫുഡൊക്കെ കഴിക്കാനും പറ്റി. അപ്പോൾ ഇവിടെ സാധാരണ അങ്ങനെ ഫുഡ് കഴിക്കലോ അലോഡൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ അവർ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം നമ്മൾ അടുത്ത ട്രിപ്പ് പോയത് ഫുഡൊക്കെ കഴിച്ച ശേഷം നമ്മൾ ഒരു ദ്വീപിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ദ്വീപുണ്ടോ? അപ്പോൾ പയ്യന്നൂർ ഇതുപോലെ ഒരു ദ്വീപുണ്ട്, കവായി ദ്വീപാണ് പറയുക. അപ്പോൾ അവിടത്തേക്കുള്ള ആണ് പോകുന്നത്. നമ്മളവിടെ എത്തിയതിന് ശേഷം അവിടെ നിന്നൊരു ബോട്ടുണ്ട്, നമുക്ക് സർക്കാരിൻ്റെ ഒരു ബോട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് 10 രൂപയെ വരുന്നുള്ളൂ. നമുക്ക് ദ്വീപിലേക്ക് അവർ ഇറക്കിത്തരും. അപ്പോൾ ഇത് ഇങ്ങനെ ആൾക്കാർ ഇഷ്ടം പോലെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ തിരിച്ചും നമുക്ക് ഇതേ ബോട്ടിൽ തന്നെ ഇങ്ങനെ തിരിച്ചും വരാം. അപ്പോൾ അതും വൈകുന്നേരം 6 മണി വരെ അവിടെ ദ്വീപിലേക്ക് ടൈമുണ്ട്. അപ്പോൾ ആ കാണുന്നതാണ് ദ്വീപ്, അവിടത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും ഉണ്ട് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഈ കായലിലുണ്ട് കയാക്കിങ്ങും ബോട്ടിങ്ങും ഒക്കെ. അപ്പോൾ നമ്മളവിടെ പോയതുകൊണ്ട് ജസ്റ്റ് പിന്നെ ഇവിടെ അതിലൊന്നും കയറാന്ന് വെച്ചാൽ നേരെ ദ്വീപിലേക്കാണ് പോയത്. അപ്പോൾ ശരിക്കും ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയത് ഇങ്ങനെ ഒരു ദ്വീപ് കാണാൻ തന്നെ. കവായി ദ്വീപ് എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ എന്തായാലും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കാണാനൊക്കെ. അപ്പോൾ ഇങ്ങനെ ദ്വീപിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല ദ്വീപ് എന്ന് വെച്ചാൽ തെങ്ങും തോപ്പുകളാണ് ഫുള്ളായിട്ട്. അപ്പോൾ അതിന് ശേഷം ഈ ദ്വീപിൽ ബീച്ചാണ്. അതിൻ്റെ മറ്റേ സൈഡ്, ഇപ്പോൾ ഒരു സൈഡ് കായലാണെങ്കിൽ മറ്റേ സൈഡ് ബീച്ചാണുള്ളത്. അപ്പോൾ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് അതിലൂടെ ഒന്ന് നടന്നു പോകാനുള്ളൂ. അപ്പോൾ എന്തോ നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. അടിപൊളി ബീച്ചായിരുന്നു കേട്ടോ. ശരിക്കും നല്ലൊരു ബീച്ച്, അത് വൃത്തിയുള്ള ഒരു ബീച്ചായിരുന്നു. അങ്ങനെ ഒരു കടലാസോ കാര്യങ്ങളോ പ്ലാസ്റ്റിക് കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല. നല്ലൊരു ബീച്ചായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഉച്ചക്കാണ് എത്തിയത്. അപ്പോൾ അങ്ങനെ വെയിലും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നല്ലൊരു ഇവിടെ നമ്മൾ ബീച്ചിൽ ഇറങ്ങി കുട്ടികളൊക്കെ കുറച്ച് കളിക്കുകയും എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്തു. കളർ തന്നെ ഒരു വേറെ തന്നെയായിരുന്നു കേട്ടോ. അതുമാത്രമല്ല പിന്നെ നല്ല തിരമാലയ്ക്ക് നല്ലൊരു ശക്തി ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ നമ്മൾ ബീച്ചിൽ പോകുമ്പോൾ കുറച്ചൊരു ശക്തി കുറവായിട്ടാണ് തിരമാലകളെ കാണുമെങ്കിൽ ഇവിടെ ഭയങ്കര ശക്തിയായിട്ടാണ് തിരമാലകൾ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ചെറിയൊരു ഭയം തോന്നി. പക്ഷെ അധികം ആഴത്തിലേക്ക് അതുകൊണ്ട് നമ്മളാരും പോയില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ നിന്നിട്ടുള്ള മാത്രമേ എല്ലാവരും സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്തായാലും നല്ലൊരു കാണാനും സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ബീച്ചും നല്ലൊരു സ്ഥലം തന്നെയായിരുന്നു. ഇങ്ങനെ നമ്മളൊരു ദ്വീപിലുള്ളൊരു ബീച്ചും ആദ്യമായിട്ട് വേണം ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കാണുന്നത് പോകുന്നതൊക്കെ. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ഫീലിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് സമയം അധികം നിന്നതിന് ശേഷം തന്നെ
പിന്നെ നമ്മൾ പോയത് അടുത്തത് നമ്മൾ പോയത് ചൂട്ടം ബീച്ചിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഞാൻ കേട്ടിട്ടുണ്ടായി, ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അതും അവിടെ ഒരു ബീച്ചാണ്, ബീച്ചും പാർക്കും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് പോകാനുള്ള ബോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ബോട്ടിൽ കയറി വീണ്ടും തിരിച്ച് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് തന്നെ എത്തുകയാണ്. അപ്പോൾ അവിടെ പാർക്കിങ് കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതായിരുന്നു ആ കായൽ. അപ്പോൾ ഇതൊരു എക്സ്പീരിയൻസ് ആയി, ഇങ്ങനെ ഒരു ബോട്ടിൽ പോകും. സാധാരണ എല്ലാ ബോട്ടിലും പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസും കൂടി അതും കൂടി ഞങ്ങൾക്ക് കിട്ടി. ശരിക്കും നല്ലൊരു മെമ്മറി തന്നെയായിരുന്നു. അപ്പോൾ നമ്മളിത് ചൂട്ടാട് ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഷോർട്ടായിട്ടാണ് നമ്മൾ ചൂട്ടം ബീച്ച് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ചൂട്ടാട് ബീച്ച് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ബീച്ച് മാത്രമല്ല, ഇവിടെ ബീച്ച് പാർക്കും കൂടിയാണ്. അപ്പോൾ പാർക്കും ബീച്ചും എല്ലാം ആയിട്ട് ഇവിടെയും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റാൻ ഇഷ്ടംപോലെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അത്രയും ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിവിടെ ബീച്ചിലെത്തുമ്പോഴൊക്കെ 5 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല റഷായിരുന്നു, ഭയങ്കരമായ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ കുറഞ്ഞ് വന്നാൽ നമ്മൾ വരുന്നത് വരെ നല്ല രാത്രി വരെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല, എന്തായാലും നമുക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെ. നമുക്ക് ഇവിടത്തേക്കായിട്ട് കുറച്ച് നേരത്തെ വരാം. എന്നിട്ട് അങ്ങനെ നമുക്ക് ഈ ചൂട്ടാട് ബീച്ച് മാത്രം നമുക്ക് കവർ ചെയ്തിട്ടൊക്കെ പോവാം. നല്ലൊരു ഫോട്ടോ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അടിപൊളി ബീച്ച് പാർക്ക് തന്നെയാണ് ഈ ഒരു ബീച്ച്. അപ്പോൾ ഇതുവരെ പോവാത്തവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, പോയവരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ പണ്ടേ ട്രിപ്പ് നമ്മൾ അടിപൊളി കിടിലൻ ട്രിപ്പ് തന്നെയാണെന്ന് പറയാം. എല്ലാവരും നല്ലവണ്ണം എൻജോയ് ചെയ്തൊരു ട്രിപ്പ് കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും പ്ലാൻ ചെയ്തിട്ടൊക്കെ പോവാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പോയ സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബെൽ ബട്ടണും അതിൽ ഓൾ വേണം എനേബിൾ ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയ വിശേഷങ്ങളും ഇതുപോലെ പുതിയ വീഡിയോസുകളായി ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ, താങ്ക് യു.